സംസ്ഥാനത്ത് പിണറായി സർക്കാർ തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് മണിശങ്കർ അയ്യർ. സംസ്ഥാനത്ത് പ്രതിപക്ഷം വിഭജിക്കപ്പെട്ടുവെന്നും സർക്കാരിന്റെ പ്രവർത്തനം അവിശ്വസനീയമാം വിധം മികച്ചതെന്നും അയ്യർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെ മന്ത്രിമാർക്കൊപ്പം കോൺഗ്രസ് നേതാവ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അയ്യരുടെ അപ്രതീക്ഷിത പ്രഹരത്തിൽ വെട്ടിലായ കോൺഗ്രസ് പ്രസ്താവനകളെ തള്ളി. വ്യക്തിപരമായ അഭിപ്രായമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞപ്പോൾ അയ്യർ കോൺഗ്രസ് അല്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതിരോധം. അയ്യർക്കെതിരായ സൈബർ ആക്രമണത്തെ അപലപിച്ച് മന്ത്രിമാരും രംഗത്തെത്തി. പിണറായി ഭരണം തുടരുമെന്ന പ്രവചനം നടത്തി പുലരും മുന്നെയാണ് കോൺഗ്രസ് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത്. സംസ്ഥാനത്ത് പ്രതിപക്ഷം വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തുറന്നടിച്ച അയ്യർ നേതാക്കളെ വ്യക്തിപരമായും വിമർശിച്ചു. The performance of the Kerala government is unbelievable. So this government has performed well. And it is the people of Kerala whom we should look to. In the opposition, the other side has been completely divided. The communists are distinguished by their discipline. കെ.സി. വേണുഗോപാലിനെ ഗുണ്ടയെന്ന് വിളിച്ചാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരായ വിമർശനം മണിശങ്കർ അയ്യർ ഉയർത്തിയത്. Can you imagine what is the condition of a party which raises a rowdy like K.C. Venugopal to the level of the Sardar Patel to Rahul Gandhi? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ ഒരിക്കലും നിർദ്ദേശിക്കില്ലെന്നും അയ്യർ വ്യക്തമാക്കി. പിണക്കങ്ങൾ തീർത്ത് കോൺഗ്രസിനൊപ്പം അനുനയത്തിലായ ശശി തരൂരിനും കണക്കിന് വിമർശനം. അടുത്ത മോദി സർക്കാരിൽ മന്ത്രിപദം കാത്തിരിക്കുന്നയാളാണ് തരൂരെന്ന് അയ്യർ പറഞ്ഞു. There is Shashi Tharoor. I've never met a more unprincipled careerist than Shashi Tharoor, who, because the Congress is not making him the foreign minister, is now attempting to become Modi's prime foreign minister. CPIM നേതാക്കൾക്കൊപ്പമായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നതും ശ്രദ്ധേയം. അയ്യരുടെ പ്രഹരത്തെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞൊഴിവാക്കാനാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഒരു പടി കൂടി കടന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. അത് AICCയുടെ വക്താവ് പവൻ ഖേര തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിന് വലിയ വില ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പറച്ചിലിന് ഒരു അർത്ഥവുമില്ല. അദ്ദേഹം യോഗത്തിന് വിളിച്ചതിനുള്ള ഉപകാരസ്മരണയായിട്ട് കണ്ടാൽ മതി. സർക്കാരിനെ പ്രശംസിച്ച അയ്യരെ സൈബർ ആക്രമണം നടത്തി നിശബ്ദനാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് മന്ത്രി MP രാജേഷ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് UDF ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഗാന്ധിയനായതുകൊണ്ട് എനിക്ക് സത്യമേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഗാന്ധിയൻ ചിന്തയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് നടപ്പാക്കിയതൊരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നും അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി. യഥാർത്ഥ ഗാന്ധിയന്മാർക്ക് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഗാന്ധിയുടെ സ്വപ്നം നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ അർത്ഥം കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്ന ഗാന്ധിയന്മാർ അവരിത് മനസ്സിലാക്കി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രചാരണം ശക്തമാക്കുന്നതിനിടെ ഓർക്കാപ്പുറത്തായിരുന്നു സർക്കാർ പരിപാടിക്ക് തിരുവനന്തപുരത്തെത്തിയ മണിശങ്കർ അയ്യരുടെ ഇരുട്ടടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.